ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ എൻ്റെ ടീനേജ് യൂത്ത് കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ബിന്ദു. 4 വർഷമായി ഇറ്റലിയിൽ ജോലി ചെയ്യുന്നു. എന്നെ ഇറ്റാലിയൻ സാലിഷ്യ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി 2 ആഴ്ച മുമ്പ്, അതായത് 21, 22-ാം തീയതി, 22 ശരിക്കും പറഞ്ഞാൽ 22, 23-ാം തീയതി തൊട്ടാണ് തുടങ്ങിയത്. ഇപ്പം അത് ജൂലൈയിലെ 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നു. അപ്പം എന്തെങ്കിലും വാലും തലയും കേട്ടിട്ട് വന്ന് കമൻ്റ് ഇട്ടാൽ നിങ്ങളുടെ സമയവും നിങ്ങൾ എഴുതിയ ടൈമും പോകും. എനിക്കതിന് വിശദീകരണം തരാൻ പറ്റിയില്ല. ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കേൾക്കുക. ഈ കാര്യങ്ങളുടെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ ഞാൻ ഭാവിയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുമ്പോൾ അതിലിടും. എന്നെക്കുറിച്ചുള്ള പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ കേൾവിക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് തന്നെ മറ്റുള്ളവർ വന്ന് ഇങ്ങനെ ഒരുപാട് മീഡിയ മോശമാക്കുമ്പോൾ ഇഷ്ടമില്ലായിരുന്നു. നമുക്ക് സന്തോഷിക്കാനുള്ളൊരു സ്ഥലമല്ലേ. പണ്ടുണ്ടായൊരു ദുഃഖം പങ്കുവയ്ക്കുന്നേ ഉള്ളൂ, അല്ലാതെ ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടല്ലേ ഇരിക്കണം. എൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം പോയി. പിന്നെ നമ്മളിതൊക്കെ പറയുമ്പം വീണ്ടും ഒരു ചിന്തയിലോട്ട് പോകും. അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ ഒരു വ്യത്യസ്ത ചിന്താഗതിക്കാരി ആയിപ്പോയി എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, 5-ാം ക്ലാസ് 8-ാം ക്ലാസ് വരെ 3 സ്കൂളുകൾ മാറി പഠിച്ചു. 8 തൊട്ട് 10 വരെ 9-ഉം 10ഉമാണ് പാലാ രാമപുരത്ത് പഠിച്ചത്. അത് എൻ്റെ സ്വഭാവ രൂപീകരണത്തെ, പഴയ ആ സ്വഭാവത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു സ്വഭാവത്തിലോട്ട് എന്നെ കൊണ്ടുപോയി. അന്ന് എനിക്കത് മനസ്സിലായില്ല. പോകുന്നതിന് മുമ്പ് ഞാൻ IMS-ൽ ഒരു ധ്യാനം കൂടിയിട്ടാണ് പോയത്. അപ്പോഴാണ് നമുക്ക് ടോട്ടലി നമ്മുടെ കുട്ടിക്കാലം വളരെ വൾഗറായിരുന്നല്ലോ. ഒരു വലിയ നമുക്ക് എന്താണ് നന്മയെന്നും തിന്മയെന്നോ പാപമെന്നും പുണ്യമെന്നോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പാഞ്ഞ് നടക്കുമായിരുന്നു ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അന്ന് ആ കുഞ്ഞു മനസ്സിൽ അത് ടച്ച് ചെയ്തു. പിന്നെ രാമപുരത്ത് ചെല്ലുമ്പോൾ നമ്മൾ ബോർഡിംഗ് സ്കൂളല്ലേ, 5 മണിക്ക് എഴുന്നേക്കും, 1 മണിക്കൂർ പ്രെയർ. പിന്നെ ഞങ്ങളിങ്ങനെ വരിയായിട്ട് തൊട്ടടുത്ത് മഠത്തിൽ ചാപ്പലിൽ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളായിരുന്നു. കുർബാന വേണ്ടി വന്ന് സ്റ്റഡി ഹാളിലിരുന്ന് പഠിക്കുക, വീണ്ടും കാപ്പി കുടിക്കുക, വീണ്ടും പഠിക്കുക. 9:30 താഴോട്ടിറങ്ങുമ്പോൾ തന്നെ സ്കൂളല്ലേ, അങ്ങോട്ട് പോവുക. അപ്പോഴും ഒന്ന് പള്ളിയിൽ വിസിറ്റ് ചെയ്യും, സ്കൂളിൻ്റെ ചാപ്പലിൽ വിസിറ്റ് ചെയ്യും, ക്ലാസ്. വീണ്ടും ഉച്ചയ്ക്ക് വന്ന് ബോർഡിങ്ങിൽ ഭക്ഷണം കഴിക്കുക. ആ സമയത്തോടെ പോയി കുളിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് തിരക്കായിരിക്കും. ഉച്ചയ്ക്ക് കുളിക്കുവാണെങ്കിൽ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അലക്കായിരിക്കും. 3 കല്ലും 5-6 ബാത്റൂമൊക്കെ അന്ന് അവിടെ ഉള്ളായിരുന്നു. എൻ്റെ ടീമിലുള്ളവർക്കൊക്കെ എന്നെ കണ്ടാൽ മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. SLC ബുക്കെടുത്ത് നോക്കണം ഇയർ ഏതായിരുന്നെന്ന്. എനിക്ക് തോന്നുന്നു 90, 92 കാലഘട്ടമായിരുന്നു. 93, 95 പ്രീ ഡിഗ്രി. 93, 95 പിന്നെ 97 വരെ ഡിഗ്രി സെൻറ്റ് ജോസഫിൽ. അന്ന് നമ്മുടെ കൂട്ടത്തിൽ കോഴിക്കോട് അവിടെ നിന്നൊക്കെ വരുന്ന ഒരു പ്രീതി, ഞാൻ ആരെങ്കിലും കാണുമെങ്കിൽ തിരിച്ചറിയട്ടെ എന്ന് കരുതി പറയുന്നതാണ്.